നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി കോഴ്സ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന ഭാഗത്തു നിന്നും ISROയുടെയും DRDOയുടെയും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ, അതായത് പരീക്ഷയിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പഠിക്കുക. കറണ്ട് അഫയേഴ്സിൽ ഇതുവരെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്തവർ പ്ലേലിസ്റ്റിൽ അതുകൂടി പഠിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ISROയുടെ രണ്ട് പദ്ധതികളാണ്. ഒന്ന് ഗഗൻയാൻ, രണ്ട് ചാന്ദ്രയാൻ 2. ഒന്ന് നടക്കാനിരിക്കുന്ന പ്രൊജക്റ്റും ഒന്ന് നടന്നു കഴിഞ്ഞ പ്രൊജക്റ്റുമാണ്. ഇപ്പോൾ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ISROയുടെ പദ്ധതിയുടെ പേരെന്ത്? 2022 മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ISROയുടെ പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ, മാനഡ് സ്പേസ് മിഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ISROയുടെ പദ്ധതി എന്ന് ചോദിച്ചതാണ് ഗഗൻയാൻ പ്രൊജക്റ്റ് ആണ്. കാരണം റഷ്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യം എന്ന റെക്കോർഡിനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇനി ഇവിടെ നിന്നും പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ: ഒന്ന്, ഗഗൻയാൻ പദ്ധതിക്ക് ഇന്ത്യക്ക് സാങ്കേതിക സഹായം നൽകുന്ന രാജ്യങ്ങൾ പഠിക്കുക. റഷ്യ, ഫ്രാൻസ്. പ്രയോറിറ്റി റഷ്യക്കാണ്. ഗഗൻയാൻ പദ്ധതിക്ക് ഇന്ത്യക്ക് സാങ്കേതിക സഹായം നൽകുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? റഷ്യയും ഫ്രാൻസുമാണ് ഗഗൻയാൻ പദ്ധതിക്ക് ഇന്ത്യക്ക് സാങ്കേതിക സഹായം നൽകുന്ന രാജ്യങ്ങൾ. ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ് ആണ്. ഇതിൽ തന്നെ പ്രയോറിറ്റി റഷ്യക്കാണ്, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ പേര് പഠിക്കുക, R. ഹട്ടൻ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാലാണ് R. ഹട്ടൻ ആണ് ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ. ആരാണ്? R. ഹട്ടൻ. R. ഹട്ടൻ പേര് പഠിക്കുക. ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാലാണ് R. ഹട്ടൻ. R. ഹട്ടൻ. അതേപോലെ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഒരു മലയാളി വനിതയുണ്ട്, VR. ലളിതാംബിക. പേര് പഠിക്കുക, VR. ലളിതാംബിക. അതും ഇമ്പോർട്ടന്റ് ആണ്. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിതയാണെന്ന് ചോദിച്ചാൽ ആരാണ്? VR. ലളിതാംബിക. VR. ലളിതാംബിക. VR. ലളിതാംബിക. VR. ലളിതാംബിക. അപ്പൊ രണ്ടുപേരും പഠിച്ചോണം. പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാലാണ് R. ഹട്ടൻ ആണ്. അതേപോലെ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിത ആരാണ്? VR. ലളിതാംബിക ആണ്. ഇപ്പോൾ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ബഹിരാകാശത്തേക്ക് പോകുന്ന ബഹിരാകാശ യാത്രികർ, അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികരെ വിളിക്കുന്ന പേരാണ് വ്യോം നോട്സ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികർ ഏത് പേരിൽ അറിയപ്പെടുന്നു? വ്യോം നോട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികർ വ്യോം നോട്സ് എന്ന് അറിയപ്പെടുന്നു. നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, ഇവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് മോസ്കോയിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. വ്യോം നോട്സ് എന്ന് അറിയപ്പെടുന്നു. ഈ ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം നൽകുന്ന ഏത് രാജ്യമാണ്? റഷ്യയാണ്. ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം നൽകുന്നതും റഷ്യയാണ്. മെയിനായിട്ട് നമുക്ക് ഈ പദ്ധതിക്ക് സാങ്കേതിക സഹായം നൽകുന്നതും റഷ്യയാണ്. അതും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികരെ ഏത് പേരിൽ അറിയപ്പെടുന്നു? വ്യോം നോട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പൊ മോസ്കോയിലൂടെ ട്രെയിനിങ് ആരംഭിച്ചു. അതേപോലെ ബാംഗ്ലൂരിൽ ISROയുടെ നേതൃത്വത്തിൽ ഇവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി HSFC എന്നൊരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ബാംഗ്ലൂരിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ISRO ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം നൽകാൻ വേണ്ടി എന്താണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ എന്നൊരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആദ്യ ഡയറക്ടർ ആയിരുന്നു മലയാളി കൂടിയായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. അപ്പോൾ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ ആദ്യ ഡയറക്ടർ മലയാളിയാണ്. ആരാണ്? ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ ആണ് ഈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ് ഒരു വാർത്ത, ആസ്ട്രോനോട്സിന് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി ISRO ഒരു ട്രെയിനിങ് ഹബ്ബ് കർണാടകയിലെ ചെല്ലക്കരെ എന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ആസ്ട്രോനോട്ടിന് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയാണ് ഒരു ട്രെയിനിങ് ഹബ്ബ് ISRO നേതൃത്വത്തിൽ എവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്?
ഈ പറഞ്ഞ കർണാടകയിലെ ചെല്ലക്കരെ എന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. അപ്പോൾ ഈ ഗഗൻയാൻ പദ്ധതിക്ക് മുമ്പായിട്ട് തന്നെ ഇന്ത്യ ബഹിരാകാശത്തേക്ക് ഒരു റോബോട്ടിനെ അയക്കുന്നുണ്ട്. ആ റോബോട്ടിന്റെ പേരാണ് വ്യോമമിത്ര. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടിന്റെ പേരെന്താണ്? വ്യോമമിത്ര. റോബോട്ടിന്റെ പേരെന്താണ്? വ്യോമമിത്ര. വ്യോമമിത്ര വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആ റോബോട്ടിന്റെ പേരാണ് വ്യോമമിത്ര. ഈ വ്യോമമിത്ര റോബോട്ടിനെ ഡെവലപ്പ് ചെയ്യുന്നത് ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് വട്ടിയൂർക്കാവിലാണ്. അതും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് വട്ടിയൂർക്കാവിലാണ് ഈ വ്യോമമിത്ര റോബോട്ടിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഗഗൻയാൻ പദ്ധതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. മാൻഡ് സ്പേസ് മിഷൻ ഓഫ് ഇന്ത്യ പഠിക്കുക. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള 2022 നടപ്പാക്കാൻ പദ്ധതിയിടുന്ന ഒരു പ്രൊജക്റ്റ് ആണ് എന്ത്? ഗഗൻയാൻ. ഗഗൻയാൻ പദ്ധതിക്ക് ഇന്ത്യക്ക് സാങ്കേതിക സഹായം നൽകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, ഫ്രാൻസ്. റഷ്യ, ഫ്രാൻസ്. പ്രയോറിറ്റി റഷ്യക്കാണ്. പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ആർ ഹട്ടൻ. പേര് പഠിച്ചേ, ആർ ഹട്ടൻ. പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിത VR ലളിതാംബിക. VR ലളിതാംബിക. അതേപോലെ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികരെ ഏത് പേരിൽ അറിയപ്പെടുന്നു? വ്യോംനോട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികരെ വ്യോംനോട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം നൽകുന്നതും റഷ്യയാണ്. അത് ശ്രദ്ധിച്ചോണം. അതേപോലെ തന്നെ ഇവർക്ക് പരിശീലനം നൽകാൻ വേണ്ടി ISRO നേതൃത്വത്തിൽ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ സ്ഥാപിച്ചു ബംഗളൂരുവിൽ. അതിന്റെ ആദ്യ ഡയറക്ടർ ആരാണ്? ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായരാണ്. അതേപോലെ ISROയുടെ അസ്ട്രോനോട്സ് ട്രെയിനിങ് ഹബ്ബ് കർണാടകയിലെ ചെല്ലക്കരെ എന്ന സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതും പഠിക്കേണ്ടതാണ് കൂടെ കണക്ട് ചെയ്ത്. ഈ പദ്ധതിക്ക് മുമ്പായിട്ട് നമ്മൾ ബഹിരാകാശത്ത് അയക്കുന്ന റോബോട്ടിന്റെ പേരാണ് വ്യോമമിത്ര റോബോട്ട്. ഈ വ്യോമമിത്ര റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തത് ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് വട്ടിയൂർക്കാവാണ്. ഇത്രയും പഠിച്ചാൽ ഇതിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ചാന്ദ്രയാൻ 2. ഇതിനോടകം തന്നെ പല പരീക്ഷകളിൽ ചോദിച്ചതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2020 കോവിഡും ലോക്ക്ഡൌൺ ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ട് ISROയ്ക്ക് അധികം പ്രൊജക്ടുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 2021 പരീക്ഷകളിൽ പോലും 2019 കാര്യങ്ങളായിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. നമ്മുടെ പാർഷ്യലി സക്സസ് ആയ അപമാനകരമായ ഒരു പ്രൊജക്ട് ആയിരുന്നു ചാന്ദ്രയാൻ 2 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് ഏത് വർഷം? 2019 ജൂലൈ 22. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച ഏത് വർഷമാണ്? 2019 ജൂലൈ 22. ഡേറ്റ് സഹിതം ചോദിക്കും, ഉറപ്പാണ്. ഏത് വർഷമാണ് ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്? 2019 ജൂലൈ 22. 2019 ജൂലൈ 22. വിക്ഷേപണ വാഹനം GSLV Mark 3. വിക്ഷേപണ വാഹനം ഏതാണ്? GSLV Mark 3 ആണ് വിക്ഷേപണ വാഹനം. അപ്പോൾ ശ്രദ്ധിച്ചോണം, ചാന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചതാണ് GSLV Mark 3. ചാന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം ഏതാണ്? GSLV Mark 3. GSLV Mark 3. ഈ ചാന്ദ്രയാൻ 2 ആകെ ഭാരം എന്ന് പറയുന്നത് 3850 കിലോഗ്രാം ആയിരുന്നു. ആകെ ഭാരം എത്രയാണ്? 3850 കിലോഗ്രാം എന്ന് പറയാൻ കാരണം ചാന്ദ്രയാൻ 1 കേസിൽ അത് പ്രീവിയസ് ആയിട്ട് ഭാരം അന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ പ്രൊജക്ടിന്റെ ആകെ ചെലവ് 978 കോടി രൂപയായിരുന്നു. പ്രൊജക്ടിന്റെ ആകെ ചെലവ് എത്രയായിരുന്നു? 978 കോടി രൂപയായിരുന്നു. അപ്പോൾ ബേസ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച ഏത് വർഷമാണ്? 2019 ജൂലൈ 22 ചാന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനം ഏതാണ്? GSLV Mark 3. വിക്ഷേപണ വാഹനം ഏതാണ്? GSLV Mark 3. ആകെ ഭാരം എത്രയാണ്? 3850 കിലോഗ്രാം. 3850 കിലോഗ്രാം. ആകെ ചെലവ് എത്രയാണ്? 978 കോടി രൂപയായിരുന്നു ഈ പ്രൊജക്ടിന്റെ ആകെ ചെലവ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം, വിക്ഷേപണ സമയത്തെ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? K. ശിവൻ. നിലവിൽ അദ്ദേഹമാണ് ചെയർമാൻ. വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? K. ശിവനാണ് ISROയുടെ ചെയർമാൻ. അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി പരീക്ഷയിൽ ഓൾറെഡി ചോദിച്ച, എന്നാൽ നമ്മൾ വീണ്ടും എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ചാന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? വനിതാ മുത്തയ്യ. ചാന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? വനിതാ മുത്തയ്യ. പേര് പഠിച്ചേ, പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? വനിതാ മുത്തയ്യ. വനിതാ മുത്തയ്യ. ചാന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാലാണ്? വനിതാ മുത്തയ്യ ആയിരുന്നു ചാന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ.
അതേപോലെ ഇതിന്റെ മിഷൻ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ ഋതു കാരിതൽ. ശ്രദ്ധിക്കണം, ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാലാണ് ഋതു കാരിതൽ ആണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ. അപ്പോൾ 3 വ്യക്തികളെ കുറിച്ച് പഠിക്കണം. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ, പ്രൊജക്ട് ഡയറക്ടർ വനിതാ മുത്തയ്യ, മിഷൻ ഡയറക്ടർ ആരാണ് ഋതു കാരിതൽ. അതേപോലെ ചന്ദ്രയാൻ 2 പേടകത്തിന്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ ഒരു മലയാളിയുണ്ട്, പി കുഞ്ഞികൃഷ്ണൻ. ആരാണ്? പി കുഞ്ഞികൃഷ്ണൻ. ചന്ദ്രയാൻ 2 പേടകത്തിന്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ മലയാളിയാണ് ആര്? പി കുഞ്ഞികൃഷ്ണൻ. ആ പേരും പഠിക്കുക. പി കുഞ്ഞികൃഷ്ണനാണ് ചന്ദ്രയാൻ 2 പേടകത്തിന്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി. ഇത്രയും പേരുകൾ പഠിച്ചു വെച്ചോണം. അപ്പോൾ ജൂലൈ 22 നമ്മൾ വിക്ഷേപിച്ചു. സെപ്റ്റംബർ 7 ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും പക്ഷെ ലാൻഡർ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകാതെ അതിന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയാണ് ചെയ്തത്. അപ്പോൾ അതിന്റെ വാർത്താ പ്രാധാന്യം ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ ലാൻഡറിന്റെ പേരായിരുന്നു എന്ത്? വിക്രം. എല്ലാവർക്കും അറിയാം, സിമ്പിൾ പോയിന്റ് ആണ്. ചന്ദ്രയാൻ 2 ലാൻഡറിന്റെ പേര് എന്തായിരുന്നു? വിക്രം എന്നായിരുന്നു ചന്ദ്രയാൻ 2 ലാൻഡറിന്റെ പേര്. ലാൻഡറിന്റെ പേര് ചോദിച്ചാൽ എന്താണ്? വിക്രം എന്നായിരുന്നു. പിന്നീട് ഈ വിക്രം ലാൻഡറിന്റെ അവശിഷ്ടങ്ങൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കണ്ടെത്താൻ സഹായിച്ച വ്യക്തിയാണ് ഷൺമുഖ സുബ്രഹ്മണ്യം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. വിക്രം ലാൻഡറിന്റെ അവശിഷ്ടങ്ങൾ ചന്ദ്രോപരിതലത്തിൽ കണ്ടെത്താൻ സഹായിച്ച വ്യക്തി ആരാണ്? ഷൺമുഖ സുബ്രഹ്മണ്യം. അപ്പൊ ഈ പേര് പഠിച്ചോണം. ഷൺമുഖ സുബ്രഹ്മണ്യമാണ് വിക്രം ലാൻഡറിന്റെ അവശിഷ്ടങ്ങൾ ചന്ദ്രോപരിതലത്തിൽ കണ്ടെത്താൻ സഹായിച്ച വ്യക്തി. ഇപ്പോൾ പഠിച്ചേ, ചന്ദ്രയാൻ 2 ലാൻഡറിന്റെ പേരെന്തായിരുന്നു? വിക്രം. ഈ വിക്രം ലാൻഡിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ അത് ഡാമേജ് ആയി പോയത് കണ്ടെത്താൻ സഹായിച്ച വ്യക്തിയാണ് ആര്? ഷൺമുഖ സുബ്രഹ്മണ്യം. അതേപോലെ ചന്ദ്രയാൻ 2 റോവറിന്റെ പേര്, അവിടെ ഇറങ്ങി മൂവ് ചെയ്ത് ഡിഗ് ചെയ്യുന്ന ആ വാഹനമാണ് റോവർ. റോവറിന്റെ പേരായിരുന്നു പ്രഗ്യാൻ. റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാൻ. പഠിക്കേണ്ടതാണ്. ഇപ്പൊ 2 പോയിന്റുകൾ ശ്രദ്ധിച്ചോണം. ലാൻഡറിന്റെ പേര് ചോദിച്ചാൽ വിക്രം, അതേപോലെ റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാൻ എന്നായിരുന്നു അതിന്റെ റോവറിന്റെ പേര്, പ്രഗ്യാൻ. അപ്പോൾ ലാൻഡർ വിക്രം, റോവർ പ്രഗ്യാൻ. എന്നാൽ ചന്ദ്രയാൻ 2 അതിന്റെ ഓർബിറ്റൽ മിഷനൊക്കെ സക്സസ് ആയിട്ട് പൂർത്തീകരിച്ചു. ഈ ലാൻഡറിന്റെ കേസിൽ വന്നിട്ട് ചെറിയ ഫെയിലർ മാത്രമാണ് അവിടെ സംഭവിച്ചത്. ആ സമയത്ത് തന്നെ നമ്മൾ ചന്ദ്രയാൻ 3 പ്രൊജക്ട് പ്രഖ്യാപിച്ചിരുന്നു 21-22 കൂടി. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ പി വീരമുത്തുവേൽ. ആരാണ്? പി വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ. അതും പഠിച്ചോണം. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് ചന്ദ്രയാൻ 2 റിലേറ്റ് ചെയ്ത് നമ്മുടെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വിക്ഷേപിച്ച വർഷം ചോദിച്ചാൽ 2019 ജൂലൈ 22. വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3. എല്ലാവർക്കും അറിയാം, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു. 3850 കിലോഗ്രാം ആണ് ആകെ ഭാരം. ആകെ ചെലവ് 978 കോടി രൂപയായിരുന്നു. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരാണ്? കെ ശിവൻ. ISRO ചെയർമാൻ ആരാണ്? കെ ശിവൻ. അതേപോലെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു ആര്? വനിതാ മുത്തയ്യ. മിഷൻ ഡയറക്ടർ ആയിരുന്നു ആര്? ഋതു കാരിതൽ. പേടകത്തിന്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ മലയാളിയായിരുന്നു ആര്? പി കുഞ്ഞികൃഷ്ണൻ. ലാൻഡറിന്റെ പേര് വിക്രം, റോവറിന്റെ പേര് പ്രഗ്യാൻ. വിക്രം ലാൻഡറിന്റെ അവശിഷ്ടങ്ങൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കണ്ടെത്താൻ സഹായിച്ച വ്യക്തിയാണ് ആര്? ഷൺമുഖ സുബ്രഹ്മണ്യം. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാലാണ് പി വീരമുത്തു വേലാണ്. ക്ലിയർ ആണല്ലോ ഇത്രയും? അടുത്തൊരു സോളിഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ISROയുടെ 2020 ആദ്യ ദൗത്യം. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു 2020 നമുക്ക് വലിയ പ്രൊജക്റ്റുകളൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ആ ഒരു വർഷത്തിന്റെ തുടക്കം എന്ന രീതിയിൽ 1-2 പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ISROയുടെ 2020 ആദ്യ ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ GSAT 30 ആണ്. ISROയുടെ 2020 ആദ്യ ദൗത്യം ഏതാണ്? GSAT 30 ആണ് ISROയുടെ 2020 ആദ്യ ദൗത്യം. ഇത് വിക്ഷേപിച്ചത് 2020 ജനുവരി 17. ഡേറ്റ് പഠിക്കുക. വിക്ഷേപിച്ചത് എന്നാണ്? 2020 ജനുവരി 17 അത് വിക്ഷേപിച്ചത്. 2020 ജനുവരി 17. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. ISROയുടെ 2020 ആദ്യ ദൗത്യം ചോദിച്ചാൽ ഏതാണ്? GSAT 30 ആണ്. എന്ന് വിക്ഷേപിച്ചു 2020 ജനുവരി 17 വിക്ഷേപിച്ചു. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇത് വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ്. സാധാരണ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെന്റർ പഠിക്കും, പക്ഷെ ഇത് വിക്ഷേപിച്ച എവിടെ നിന്നാണ്?
ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിക്ഷേപണ വാഹനം ഏരിയൻ 5VA-251. GSAT-30യുടെ വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചതാണ് ഏരിയൻ 5VA-251. ഏരിയൻ 5VA-251. അപ്പൊ രണ്ട് പോയിന്റുകൾ കുറച്ച് വ്യത്യസ്തതയുണ്ട്, ശ്രദ്ധിച്ചോണം. GSAT-30 വിക്ഷേപിച്ച എവിടുന്നാണ്? ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ് GSAT-30 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം ഏതാണ്? ഏരിയൻ 5VA-251. ഏരിയൻ 5VA-251. ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഒപ്പം തന്നെ കണക്ട് ചെയ്ത് പഠിക്കണം. ഇത് ഇന്ത്യയുടെ ഇൻസാറ്റ് 4A എന്ന ഉപഗ്രഹത്തിന് പകരമായിട്ടാണ്. അതിന്റെ കാലാവധി അവസാനിച്ചപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ചോദിക്കാം, ഏത് ഉപഗ്രഹത്തിന് പകരമായിട്ടാണ് ഇത് വിക്ഷേപിച്ചത്? ഇന്ത്യയുടെ ഇൻസാറ്റ് 4A എന്ന് പറയുന്ന ഉപഗ്രഹത്തെ റീപ്ലേസ് ചെയ്യാണെന്ത് GSAT-30 വിക്ഷേപിച്ചത്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ISROയുടെ 2020 ആദ്യ ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? GSAT-30 ആണ്. എന്ന് വിക്ഷേപിച്ചു? 2020 ജനുവരി 17 വിക്ഷേപിച്ചു. എവിടെ നിന്ന് വിക്ഷേപിച്ചു? ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്ന് വിക്ഷേപിച്ചു. ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്ന് വിക്ഷേപിച്ചു. ഏതാണ് വിക്ഷേപണ വാഹനം? ഏരിയൻ 5VA-251. ഏരിയൻ 5VA-251. ഒപ്പം തന്നെ ഓർക്കണം, ഏത് ഉപഗ്രഹത്തെ റീപ്ലേസ് ചെയ്തു? ഇൻസാറ്റ് 4A. അടുത്തത് ഒരു റെക്കോർഡാണ്. ISRO വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം. ISRO വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് V2. 1.26 kg മാത്രമായിരുന്നു ഇതിന്റെ ഭാരം. 1.26 കിലോഗ്രാം മാത്രം ഭാരമായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, ISRO വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം എന്ന് ചോദിച്ചതാണ് കലാംസാറ്റ് V2 ആണ്. കലാംസാറ്റ് V2 പഠിക്കുക. വിക്ഷേപിച്ച വർഷം 2019 ജനുവരി 24. 2019 ജനുവരി 24. അപ്പോൾ ശ്രദ്ധിച്ചോണം, വർഷം വീണ്ടും നമ്മൾ ബാക്കിലേക്ക് പോയി. ഇവിടെ നമ്മൾ ISROയുടെ 2020 ദൗത്യം എന്ന രീതിയിൽ മാത്രമാണത് ഒന്ന് പഠിച്ചത്. അപ്പോൾ കലാംസാറ്റ് V2 വിക്ഷേപിച്ച ഏത് വർഷമാണ്? 2019 ജനുവരി 24 കലാംസാറ്റ് V2 വിക്ഷേപിക്കുന്നത്. ഏത് വർഷമാണ്? 2019 ജനുവരി 24. വിക്ഷേപണ വാഹനം PSLV C-44. പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ PSLV C-44. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോണം, ഈ കലാംസാറ്റ് V2 എന്ന ഉപഗ്രഹം ഡെവലപ്പ് ചെയ്തത് സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറയുന്ന ചെന്നൈ ബേസിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ശ്രദ്ധിച്ചോണം, അതിന്റെ പേരെന്താണ്? സ്പേസ് കിഡ്സ് ഇന്ത്യ. അതിന്റെ പേരാണ് സ്പേസ് കിഡ്സ് ഇന്ത്യ. സ്പേസ് കിഡ്സ് ഇന്ത്യ ചെന്നൈ ബേസ് ചെയ്താണ്. അപ്പോൾ ഇവിടെ എന്താണ് റെക്കോർഡ് എന്ന് ചോദിച്ചാൽ, ഒരു സ്വകാര്യ സ്ഥാപനം വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം എന്ന് ചോദിക്കാം. ഒരു സ്വകാര്യ സ്ഥാപനം വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം എന്ന് ചോദിച്ചതാണ് കലാംസാറ്റ് V2. അപ്പൊ രണ്ട് റെക്കോർഡുകൾ ശ്രദ്ധിച്ചോണം. ISRO വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് V2. ഒരു സ്വകാര്യ സ്ഥാപനം വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? കലാംസാറ്റ് V2. അത് ഡെവലപ്പ് ചെയ്ത ഏത് സ്ഥാപനമാണ്? സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറയുന്ന ചെന്നൈ ബേസിലുള്ള സ്ഥാപനമാണ്. അതേപോലെ ഈ കലാംസാറ്റ് V2നോടൊപ്പം നമ്മൾ മറ്റൊരു ഉപഗ്രഹം കൂടി വിക്ഷേപിച്ചിരുന്നു. മൈക്രോസാറ്റ് 6 എന്നാണ് അതിന്റെ പേര്. ഇത് പഠിച്ചു വെച്ചോണം, ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. കലാംസാറ്റ് V2നോടൊപ്പം നമ്മൾ വിക്ഷേപിച്ച മറ്റൊരു ഉപഗ്രഹമാണ് ഇത് മൈക്രോസാറ്റ് 6. ആ ഉപഗ്രഹത്തിന്റെ പേരാണെന്ത്? മൈക്രോസാറ്റ് 6. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് V2 1.26 kg. വിക്ഷേപിച്ച ദിവസം 2019 ജനുവരി 24. വിക്ഷേപണ വാഹനം PSLV C-44. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു. ഈ കലാംസാറ്റ് V2 ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറയുന്ന ചെന്നൈ ബേസിലുള്ള സ്ഥാപനമാണ്. കലാംസാറ്റ് V2നോടൊപ്പം നമ്മൾ വിക്ഷേപിച്ച മറ്റൊരു ഉപഗ്രഹം മൈക്രോസാറ്റ് 6. വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ് കാർട്ടോസാറ്റ്. നമുക്കറിയാം, കാലാവസ്ഥാ പഠനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കാർട്ടോസാറ്റ് എന്ന് പറയുന്നത്. ഭൂമിയുടെ കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ പകർത്താൻ വേണ്ടി അടുത്തിടെ ISRO വിക്ഷേപിച്ച മൂന്നാം തലമുറയിൽപ്പെട്ട ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 3. കാർട്ടോസാറ്റ് 3 വിക്ഷേപിച്ച വർഷം 2019 നവംബർ 27. പഠിക്കുക, കാർട്ടോസാറ്റ് 3 വിക്ഷേപിച്ച എന്നാണ്? 2019 നവംബർ 27 കാർട്ടോസാറ്റ് 3 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C-47. വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-47. പഠിക്കുക, PSLV C-47. PSLV C-47. PSLV C-47 വിക്ഷേപണ വാഹനമാണ്.
PSLV C-47 അതേപോലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. അപ്പോൾ വളരെ കുറച്ച് പോയിന്റുകളെ ഉള്ളൂ പഠിക്കാൻ. ഭൂമിയുടെ കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ പകർത്തുന്നതിന് വേണ്ടി ISRO വിക്ഷേപിച്ച മൂന്നാം തലമുറയിൽപ്പെട്ട ഉപഗ്രഹമാണ് ഇത് കാർട്ടോസാറ്റ് 3. ഏത് വർഷം വിക്ഷേപിച്ചു? 2019 നവംബർ 27 വിക്ഷേപിച്ചു. വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-47 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു. ഇനി നമുക്കറിയാം PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ അതിന്റെ 50ാമത് ദൗത്യം 2019 പൂർത്തിയാക്കി. PSLV at 50. PSLVയുടെ 50ാമത് ദൗത്യം ഏതെന്ന് ചോദിക്കാം. റിസാറ്റ് 2BR1. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോണം. റിസാറ്റ് 2BR1 PSLVയുടെ 50ാമത് ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? റിസാറ്റ് 2BR1 ആണ് PSLVയുടെ 50ാമത് ദൗത്യം. ഇത് വിക്ഷേപിച്ചത് 2019 ഡിസംബർ 11-നാണ്. 2019 ഡിസംബർ 11-നാണ് ഈ പറഞ്ഞ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇത് വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ ഈ PSLVയുടെ 50ാമത് ദൗത്യമാണ്, ആ ഒരു പ്രാധാന്യമാണ്. അപ്പോൾ PSLVയുടെ 50ാമത് ദൗത്യം എന്ന് ചോദിച്ചതാണ് റിസാറ്റ് 2BR1 ആണ്. റിസാറ്റ് 2BR1 ആണ് എന്ന് വിക്ഷേപിച്ചു. 2019 ഡിസംബർ 11-ന് വിക്ഷേപിച്ചു. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോന്ന് ഓർത്തോണം. GSAT-30 ISROയുടെ 2000-ലുള്ള ആദ്യ ദൗത്യം. കലാംസാറ്റ് V2 ഈ പറഞ്ഞ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം. കാർട്ടോസാറ്റ് 3 ഭൂമിയുടെ കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾക്ക് വേണ്ടി. ദെൻ റിസാറ്റ് 2BR1 PSLVയുടെ 50ാമത് ദൗത്യം. അപ്പൊ ഇത് ഓരോന്നും മോഡൽ പഠിക്കണം. വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റ് സഹിതമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. നെക്സ്റ്റ് മിഷൻ ശക്തി. ഇന്ത്യയുടെ ഉപഗ്രഹവേദ മിസൈൽ സാങ്കേതികവിദ്യ പരീക്ഷണത്തിന്റെ പേരായിരുന്നു മിഷൻ ശക്തി. അടുത്തിടെ DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വിജയകരമായിട്ട് ഉപഗ്രഹവേദ മിസൈൽ സാങ്കേതികവിദ്യ ASAT എന്ന് വിളിക്കും. ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റ്. ഉപഗ്രഹവേദ മിസൈൽ സാങ്കേതികവിദ്യ, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഉപഗ്രഹങ്ങളൊക്കെ ബഹിരാകാശത്ത് വെച്ച് തന്നെ മിസൈൽ ഉപയോഗിച്ച് മിസൈലുകളുടെ സഹായത്തോടെ തകർക്കുന്ന ടെക്നോളജിയാണ് ഉപഗ്രഹവേദ മിസൈൽ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റ്. അപ്പോൾ ഈ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഉപഗ്രഹവേദ മിസൈൽ സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന 8ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 4ാമത്തെ രാജ്യമാണ്. റഷ്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ശേഷം ഈ ടെക്നോളജി സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. അപ്പോൾ DRDOയുടെ ഈ പരീക്ഷണത്തിന്റെ പേരായിരുന്നു മിഷൻ ശക്തി. ഇത് നമ്മൾ സക്സസ് ആയിട്ട് പൂർത്തീകരിച്ചത് 2019 മാർച്ച് 27-നാണ്. 2019 മാർച്ച് 27-നാണ്. അപ്പൊ ഇത് മിസൈൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വീലർ ഐലൻഡ് അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം ഐലൻഡ് ഒഡീഷയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഇത് എവിടെ നിന്ന് വിക്ഷേപിച്ചു? APJ അബ്ദുൽ കലാം ഐലൻഡ് ഒഡീഷയിൽ നിന്ന് വിക്ഷേപിച്ചു. അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ ASAT പ്രഥമ പരീക്ഷണത്തിൽ തകർത്തത് മൈക്രോസാറ്റ് R എന്ന് പറയുന്ന ഉപഗ്രഹത്തെയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓർമ്മയുണ്ടാവും, നമ്മൾ പഠിച്ചത് കലാംസാറ്റ് V2-നോടൊപ്പം വിക്ഷേപിച്ച മറ്റൊരു ഉപഗ്രഹം ഏതായിരുന്നു? മൈക്രോസാറ്റ് R. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണത്തിൽ അല്ലെങ്കിൽ ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റിൽ തകർക്കപ്പെട്ടത് ഏത് ഉപഗ്രഹമാണ്? മൈക്രോസാറ്റ് R ആണ്. അപ്പൊ കൃത്യമായി കാര്യം മനസ്സിലാക്കുക. ബഹിരാകാശത്ത് വെച്ച് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഉപഗ്രഹങ്ങളെ മിസൈലുടെ സഹായത്തോടെ തകർക്കുന്ന ടെക്നോളജിയാണ് ASAT ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഉപഗ്രഹവേദ മിസൈൽ സാങ്കേതിക വിദ്യ. അപ്പൊ ഈ DRDOയുടെ ഈ പരീക്ഷണത്തിന് കൊടുത്ത പേരായിരുന്നു എന്ത്? മിഷൻ ശക്തി. മിഷൻ ശക്തി. അതേപോലെ ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുന്ന എത്രാമത്തെ രാജ്യം എന്ന റെക്കോർഡാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം എന്ന റെക്കോർഡ് ഇന്ത്യ സ്വന്തമാക്കി. അതേപോലെ ഈ പരീക്ഷണം പ്രഥമ പരീക്ഷണം എന്നായിരുന്നു ചോദിച്ചാൽ 2019 മാർച്ച് 27-നായിരുന്നു പ്രഥമ പരീക്ഷണം. നമ്മളിത് വിക്ഷേപിച്ചത് ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്നാണ്. അതേപോലെ പ്രഥമ പരീക്ഷണത്തിൽ ASAT പരീക്ഷണത്തിൽ നമ്മൾ തകർത്തത് ഏത് ഉപഗ്രഹത്തെയാണ്? മൈക്രോസാറ്റ് R എന്ന് പറയുന്ന ഉപഗ്രഹത്തെയാണ്. കൃത്യമായി പഠിക്കുക. ലാസ്റ്റ് വൺ, റഫേൽ. നമുക്കറിയാം റഫേൽ യുദ്ധവിമാനങ്ങളുടെ എഗ്രിമെന്റ് ഒക്കെ ഒരുപാട് വർഷം മുമ്പ് വന്നതാണ്. പക്ഷെ റീസെന്റ് ആണ് ആ വിമാനങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചു തുടങ്ങിയത്. അത് അടുത്തിടെ വലിയ വാർത്താ പ്രാധാന്യമായിരുന്നു. അപ്പോൾ റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? എല്ലാവർക്കും അറിയാം, ഫ്രാൻസിൽ നിന്നാണ്. പരീക്ഷയ്ക്ക് ഓൾറെഡി ചോദിച്ച ക്വസ്റ്റൻ ആണ്. റഫേൽ യുദ്ധവിമാനങ്ങൾ നമ്മൾ വാങ്ങുന്ന ഏത് രാജ്യത്തു നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. 36 വിമാനങ്ങൾ വാങ്ങാനാണ് ഇന്ത്യ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്.
റഫേൽ നിലവിൽ 36 വിമാനങ്ങൾ വാങ്ങാനാണ് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത്. റഫേൽ എന്ന ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം കൊടുങ്കാറ്റ് എന്നാണ്. റഫേൽ എന്ന ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം എന്താണ്? കൊടുങ്കാറ്റ് എന്നാണ് റഫേൽ എന്ന ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം. ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനിയുടെ പേരാണ് ഡെസാൾട്ട് ഏവിയേഷൻ. ഇമ്പോർട്ടന്റ് ആണ്. റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനി എന്ന് ചോദിച്ചതാണ് ഡെസാൾട്ട് ഏവിയേഷൻ ആണ്. റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനി ഡെസാൾട്ട് ഏവിയേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ 36 വിമാനങ്ങൾ വാങ്ങാൻ വേണ്ടി 2016 സെപ്റ്റംബർ 23 ഇതൊക്കെ അന്ന് ചോദിച്ചാണ് ഈ ഡേറ്റ് ഒക്കെ നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. 2016 സെപ്റ്റംബർ 23 അന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ, അറിയാം നമുക്ക് ലാസ്റ്റ് ഇയർ അദ്ദേഹം അന്തരിച്ചിരുന്നു. അപ്പോൾ മനോഹർ പരീക്കർ ആണ് അന്ന് പ്രതിരോധ മന്ത്രി. 2016 സെപ്റ്റംബർ 23 നമ്മൾ ഈ എഗ്രിമെന്റ് എത്ര വിമാനങ്ങളാണ്? 36 വിമാനങ്ങൾ വാങ്ങാനായിരുന്നു എഗ്രിമെന്റ്. ഇനി ഇപ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ ഇതിന്റെ വിമാനങ്ങൾ ഇന്ത്യയിൽ എത്തി തുടങ്ങി പല ബാച്ചുകളായിട്ട്. ഇതിൽ ആദ്യ ബാച്ച് വിമാനങ്ങൾ അംബാല എയർബേസിൽ എത്തിയത് 2020 ജൂലൈ 29 ആദ്യ ബാച്ച് വിമാനങ്ങൾ അംബാല എയർബേസിൽ എത്തിയെന്ന് 2020 ജൂലൈ 29. ഏത് വർഷമാണ്? 2020 ജൂലൈ 29 റഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് അംബാല എയർബേസിൽ എത്തിയത്. അതാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ വലിയ പ്രാധാന്യത്തോടെ വന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഈ എഗ്രിമെന്റിനെ കുറിച്ച് ചോദിച്ചേക്കാം. അപ്പോൾ റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത് ഫ്രാൻസിൽ നിന്നാണ്. എത്ര വിമാനങ്ങൾ വാങ്ങാനാണ് എഗ്രിമെന്റ്? 36 വിമാനങ്ങൾ. റഫേൽ എന്ന ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം എന്താണ്? കൊടുങ്കാറ്റ് എന്നാണ്. ഇത് നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനിയാണ് ഇത് ഡെസാൾട്ട് ഏവിയേഷൻ. നമ്മൾ ഈ എഗ്രിമെന്റ് എന്ന് സൈൻ ചെയ്തു? 2016 സെപ്റ്റംബർ 23 സൈൻ ചെയ്തു. അന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ ആയിരുന്നു. റഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് അംബാല എയർബേസിൽ എത്തിച്ചേർന്ന എന്നാണ് 2020 ജൂലൈ 29. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക മേഖലയെ കുറിച്ച് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ക്ലാസ് നേരത്തെ നമ്മൾ കവർ ചെയ്തിരുന്നു. ISROയുടെയും DRDOയുടെയും പ്രോജക്റ്റുകൾ ഏതൊരു മത്സര പരീക്ഷയ്ക്കും പ്രാധാന്യത്തോടെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പരീക്ഷയിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നാൽ തീർച്ചയായിട്ടും ഇതിലൊരു പാർട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ കറണ്ട് അഫേഴ്സ് ആണ്. ഒരു തവണ കേട്ടാൽ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് കേട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പോയിന്റുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.